ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ള വീഡിയോ ഒന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യണത്. എനിക്ക് ആക്ച്വലി ഒരു ചെറിയ ടെൻഷനുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ നിരന്തരമായ അഭ്യർത്ഥന കാരണം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആ മോള് 7th പഠിക്കുന്ന മോളാണ്. മോള് എന്നും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എൻ്റെ നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്യൂ, എൻ്റെ നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്യൂ. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു, കുറേ പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടും എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. എങ്ങനെ ചെയ്യും, എങ്ങനെയായിരിക്കും ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഫ്ലോപ്പ് ആവുമോ, ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനായിരുന്നേ. അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മോളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. അത് നമുക്ക് വഴിയെ എന്തൊക്കെ സാധനങ്ങളെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ഞാൻ പറഞ്ഞുതരാം പേര്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നെയിം മീറ്റിംഗ് ചാലഞ്ചിന് വേണ്ടി എന്തൊക്കെ എടുത്തു വെച്ചേക്കണമെന്നുള്ളത് നമുക്ക് കാണാം. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ നെയിം മീറ്റിംഗ് ചാലഞ്ചിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഇതേ ആപ്പിളുണ്ട്, പിന്നെ നട്ട്സ് ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, പിന്നെ ഉണക്കമുന്തിരി ഉണ്ട്, നമ്മുടെ അനാറ് ഇത് ഹോർലിക്സ് ആണ് കേട്ടോ. ഹോർലിക്സ്, നെല്ലിക്ക, ഇത്രയാണ് ആ മോളുടെ നെയിം മീറ്റിംഗ് ചാലഞ്ചിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് സമയം അധികം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ലെറ്റർ എ ആണ് കേട്ടോ. എക്ക് ഞാൻ എടുത്തേക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ ആപ്പിളാണ്. ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ആപ്പിൾ കഴിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു പീസ്. ഓക്കെ, പീസ് ഓഫ് ആപ്പിൾ കഴിക്കുകയാണ്. എ, ഫസ്റ്റ് ലെറ്റർ എ. അടിപൊളി, സൂപ്പർ. ഇതാ മോളെ ഞാൻ ഫസ്റ്റ് ലെറ്റർ കേട്ടോ, എ, ആപ്പിൾ. അപ്പം നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലേക്ക് കിടക്കാം. ഓക്കെ, മോളുടെ അടുത്ത ലെറ്റർ എൻ ആണ് കേട്ടോ. എന്നിന് ഞാൻ എടുത്തിരിക്കുന്നത് നട്ട്സാണ്. അപ്പം ഫസ്റ്റ് ലെറ്റർ എ, അടുത്ത ലെറ്റർ എൻ. എൻ, നട്ട്സ് ഞാൻ കഴിക്കണം കേട്ടോ മോളെ. ഓക്കെ, നട്ട്സ് കഴിച്ചു. അപ്പം നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. മോളുടെ അടുത്ത ലെറ്റർ യു ആണ് കേട്ടോ. യുവിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉണ്ണിയപ്പമാണ്. ഞാൻ യു കുറച്ച് ആലോചിച്ച് എന്ത് ചെയ്യും. ഉപ്പുമാവാണ് പുള്ളിക്കാരി എനിക്ക് കിട്ടാത്ത ലെറ്ററൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ മോള്. അപ്പം എനിക്ക് ഉപ്പുമാവ് മതി ചോദിച്ചു. ഉപ്പുമാവ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉപ്പുമാവ് ഓക്കെയാണ്, എന്നാലും കുറച്ചും കൂടെ രസമുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്കിയപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം ഇരിക്കണത്. അപ്പം ഞാൻ ഉണ്ണിയപ്പമാണ് യുവിന് ഉപയോഗിക്കണത് കേട്ടോ. അപ്പം ഉണ്ണിയപ്പം കഴിക്കുകയാണേ. അപ്പോൾ ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെറ്റർ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ ജി ആണ് കേട്ടോ. ജിക്ക് ഞാൻ എടുത്തേക്കണ ഗ്രേപ്സ് ആണേ. ഗ്രേപ്സ് കേട്ടോ. അപ്പം AINIUI ജി ഗ്രേപ്സ് ആണ് കേട്ടോ. ഗ്രേപ്സ് ഞാൻ കഴിക്കുകയാണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോവാം അല്ലേ. അടുത്ത ലെറ്റർ ആറാണ് കേട്ടോ. ആറിന് ഞാൻ എടുത്തിരിക്കുന്നത് റേസിൻസ് ആണ്. റേസിൻസ്, ഉണക്കമുന്തിരിയില്ലേ, ഉണക്കമുന്തിരിയാണ് കേട്ടോ എടുത്തേക്കണത്. കാണാൻ പറ്റുമോ? ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, കഴിക്കുകയാണ് കേട്ടോ. അതൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഉണക്കമുന്തിരിയാണ് അടുത്ത ലെറ്റർ ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെറ്റർ. ഓക്കെ, അടുത്ത ലെറ്റർ എ ആണ് കേട്ടോ. എന് ഞാൻ അനാറാണ് എടുത്തിരിക്കുന്നത്. അനാർ എല്ലാവർക്കും അറിയില്ലേ, അനാർ, പൊമിഗ്രാനൈറ്റ്, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അനാർ. നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ എച്ച് ആണ് കേട്ടോ. എച്ചിന് ദൈവമേ ഞാൻ എന്തെടുക്കും എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് നമ്മുടെ ഹോർലിക്സ് കിട്ടിയത് കേട്ടോ. ഇതാ ഹോർലിക്സ് ആണ് കേട്ടോ ഞാൻ ഒരു പാത്രത്തിലെടുത്തേക്കണത്. ഹോർലിക്സ് ആണ് എച്ചിന് കിട്ടിയത്. മോൻ്റെ ഹോർലിക്സ് ആണ് കേട്ടോ, അടിച്ച് മാറ്റിയതാണ്. അപ്പം ഹോർലിക്സ്
വർത്താനം പറയാൻ വയ്യ. ഹോർലിക്സ് വായിലിട്ടിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും H ഹോർലിക്സ്. അപ്പം നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് പോവാം അല്ലേ. ലാസ്റ്റ് ലെറ്റർ A ആണ് കേട്ടോ. A ആക്ച്വലി ഞാൻ ആപ്രിക്കോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഇവിടെ ആപ്രിക്കോട്ട് ഇല്ല. ഞാൻ നോക്കി മടുത്തു. പിന്നെ ലാസ്റ്റ് കിട്ടിയത് ഒന്നുമില്ലാതെ വന്നപ്പോൾ ലാസ്റ്റ് കിട്ടിയതാണ് ആംല. ഗൂസ്ബെറിയാണ് ഇംഗ്ലീഷിലുള്ള നെയിം. ആംല ഹിന്ദി നെയിമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. വേറെ വഴിയില്ല. ആപ്രിക്കോട്ട് ഉണ്ടായിരുന്നില്ല. A നമ്മൾ ആപ്പിളിന് യൂസ് ചെയ്തു, അനാർ അടുത്ത Aക്ക് യൂസ് ചെയ്തു, മൂന്നാമത്തെ A അംല കേട്ടോ. അപ്പം നെല്ലിക്കയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഉപ്പ് കൂട്ടി കഴിക്കാൻ രസമായിരിക്കും. ഞാൻ ഉപ്പെടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും കഴിക്കുകയാണ് കേട്ടോ. ഓക്കെ, എനിക്കിഷ്ടമാണ്, ഉപ്പ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അയ്യോ നല്ല പുളിയുണ്ട്, നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പം അംല ലാസ്റ്റ്. അങ്ങനെ മോളുടെ പേര് കിട്ടിയല്ലോ, അനുഗ്രഹ എന്നാണ് പേര് കേട്ടോ. A ആപ്പിൾ, B അല്ല N നട്ട്സ്, പിന്നെ U ഉണ്ണിയപ്പം, പിന്നെ G ഗ്രേപ്സ്, R റൈസിൻ, അടുത്ത A അനാറ്, അടുത്ത H ഹോർലിക്സ്, അടുത്തത് അംല A. അങ്ങനെ അനുഗ്രഹ എന്നാണ് മോളുടെ പേര് കേട്ടോ. അപ്പം മോളെ ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞതിന് ഒരുപാട് താങ്ക് യു. കുറേ പ്രാവശ്യം മോള് പറഞ്ഞു. എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. അപ്പം മോൾക്ക് സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ആർക്കെങ്കിലും നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ നെയിമുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.